ട്രിച്ചി പോയ ട്രിച്ചിന്ന് ലോക്കൽ കിട്ടുമോ? നാട്ടിലേക്ക് ലോക്കൽ ഉണ്ടാവും. പാലക്കാടോ കോഴിക്കോടോ ലോഡായി. എങ്ങോട്ടാ? ട്രിച്ചി അല്ലെങ്കിൽ കോയമ്പത്തൂര്. നല്ല കാര്യം. ഉറപ്പില്ല. ലോഡ് കയറ്റിട്ടേ ഉറപ്പാവുള്ളൂ എങ്ങോട്ടാ പോകണ്ടെന്ന്. ലോഡ് കയറ്റി ഇവിടെ വരണം. എന്നിട്ട് പറയും എങ്ങോട്ടാ പോകണ്ടേന്ന്. എന്തായാലും ലോഡായില്ലേ? എന്തായാലും നാട്ടിൽ പോയി എന്തായാലും നാട്ടിൽ പോകാൻ. ഹോളി കഴിഞ്ഞ് പണിക്കാരായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിക്കാർ ലീവിന് പോയി പിന്നെ ലോഡാവില്ലല്ലോ. ഹലോ, അപ്പൊ നമുക്ക് ലോഡായിട്ട് കേട്ടോ. വീണ്ടും എവിടുന്നല്ലേ അത് വർദ്ധ്, മഹാരാഷ്ട്രയിലെ വർദ്ധന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയ സ്ഥലം തന്നെ. അത്ര ഓടണ്ട, കുറച്ച് ഓടിയാൽ മതി. അവിടുന്ന് നേരെ തൃച്ചിക്കാണെന്ന് പറയപ്പെടുന്നു. തൃച്ചിക്കോ കോഴിക്കോടുക്കോ കോയമ്പത്തൂർക്കോ എവിടേക്കോ ആയിരിക്കും. ലോഡ് കയറ്റിയ ശേഷം അവന്മാർ പറയുള്ളൂ. തട്ടിപ്പാ. കാരണം നമ്മോട് വാടക പ്രോപ്പർ പറയാതുള്ള സെറ്റപ്പാണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവിടുത്തെ മണ്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം പറമ്പും കാര്യങ്ങളൊന്നും അല്ലാന്ന് വിചാരിക്കണം. ഇവിടെ മണ്ടിയിൽ എത്തിയിട്ടുണ്ട്. മണ്ടിയിൽ നിന്ന് പറഞ്ഞിട്ട് ഗോഡൌൺ സെറ്റപ്പാണ്. ഗോഡൌണിൽ ഓറഞ്ച് കിടക്കുന്നുണ്ട്. ഓറഞ്ച് കയറ്റിയ പണിക്കാർ വന്ന് പെട്ടിങ് കയറ്റി പാടത്ത് പോകണമെന്ന് അറിയില്ല. അങ്ങനൊന്നും ആവല്ലേ. 4-5 ദിവസമായി ഇവിടെ മഹാരാഷ്ട്ര വന്നിട്ട്. ഇവിടെ വന്നിട്ട് കോഴി, ആട്, സോയാബീന്, പച്ചക്കറി, അങ്ങനെ എല്ലാ തരം ഫുഡും കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഇന്ന് കഞ്ഞി വെച്ച് കുടിക്കുക, പുറപ്പെടുക. 5 ദിവസമായി. ഇനി ഇവിടെ നിന്ന് ലോഡാവില്ല. കാരണം ഇവിടെ ഹോളിയൊക്കെ വന്നു കഴിഞ്ഞാൽ പണിക്കാരൊക്കെ UP, മധ്യപ്രദേശ്, MP, ഉത്തർപ്രദേശുകളല്ല. അപ്പൊ എല്ലാരും ഇനിയും നാട്ടിൽ പോകും. ചൊവ്വാഴ്ചയോടെ ആരും ഉണ്ടാവില്ല. പണിക്കാരുണ്ട്. പിന്നെ ഒരാഴ്ച നമ്മൾ ഇറങ്ങേണ്ടി വരും. പിന്നെ പോസ്റ്റാവും. ചോറ് വെച്ചില്ലേ? ഇല്ല, ചോറ് വെക്കാം. അതെന്ത് ചോറ് വെക്കായിരുന്നു? കൺഫേം ആവട്ടെ. എവിടെ നിന്ന് എടുക്കണേന്ന് നോക്കട്ടെ. ഇപ്പൊ പാടത്താണ്. ഇവിടെ കുക്കർ ഓണാക്കി 2 വിഷയം അടിക്കുന്നത്. പിന്നെ വണ്ടി എടുത്ത് പോകേണ്ടി വരും. കൺഫേം ആയിട്ട് ഉണ്ടാക്കാം. സമയം ഉണ്ടല്ലോ. 1/2 കേസ് കിട്ടിയിട്ടുണ്ട്. 4-5 ദിവസം മറാഠി കൊതുകിന്റെ മൂളിപ്പാട്ടും കൊതുകടിയും കൊണ്ട് സഹിച്ച് കിടന്നിട്ട് നാളെ ലോഡാവുന്ന സന്തോഷത്തിൽ ഞങ്ങൾ നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് അടിച്ച് പൊളിച്ച് പിരിയുവാട്ടോ. നമ്മൾ വണ്ടിക്കാരെ പറ്റിക്കണ ഒരു സെറ്റപ്പ് നോക്കണേ. നമ്മൾ ഈ വഴി വന്നിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ലോഡ് എടുത്തിട്ടുള്ളതാണ്. എന്നാലും ഓഫീസിൽ നിന്ന്, അതായത് ബ്രോക്കർ ഓഫീസിൽ നിന്ന് ഗൈഡ് എന്നുള്ള ഒരു പേരിൽ 500 രൂപ മൂജിക്കാൻ വേണ്ടി വിട്ട തന്തയാണത്. അയാൾക്ക് ഇവിടെ ഓഫീസിന് ശമ്പളം കൊടുക്കണമല്ലോ. സെക്യൂരിറ്റിയാണ് അവിടുത്തെ. എന്നിട്ട് 500 രൂപ വേണമെന്നിട്ട് രാവിലെ വലിയ വഴക്കം കഴിഞ്ഞ് നമ്മുടെ പറ്റിച്ച 500 രൂപയും കൊണ്ട് ആൾ പോയി. എന്തൊക്കെ ജാതി തട്ടിപ്പല്ലേ. നോമ്പ് സമയമായതുകൊണ്ട് ഓറഞ്ചിന് ഇവിടെ വില കൂടിയപ്പോൾ നമ്മുടെ കേരളത്തിലോട്ടുള്ള ലോഡ് മൊത്തം കുറഞ്ഞു. അതാണ് ഇത്ര ദിവസം കിടന്നത്. ആ കിടക്കണ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് പഴുപ്പായതാണ്. ഇപ്പുറത്തത് പഴുപ്പാവുന്നതും. അപ്പോൾ രണ്ട് ക്വാളിറ്റിയാണ്. നമ്മൾ കേരളക്കാർ എടുക്കാണ്ടായപ്പോൾ ഈ സാധനം ഇവിടെ കിടന്ന് ഇതിൻ്റെ വില ഇപ്പോൾ കൂടുതലായിട്ടാണ് നിൽക്കണം ഓറഞ്ചിന്. വണ്ടിയിൽ ലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരത്തേക്ക് എന്തായാലും പുറപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കണോ. വിചാരിച്ച സമയത്ത് ലോഡിങ് കഴിഞ്ഞില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്ന സാധനം കഴിഞ്ഞിട്ട് പുതിയ സാധനം പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് കേട്ടോ പിന്നെ ലോഡ് ചെയ്യണേ. നമ്മളെന്തായാലും ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. പായിട്ട് വണ്ടി ലോക്കാക്കി പായിട്ടോണ്ടിരിക്കുകയാണ്. പായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പായിട്ട് ഇപ്പോൾ കയറ് കിട്ടുക. കയറ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പുറപ്പെടും. നേരെ വെയിറ്റ് ബ്രിഡ്ജിൽ പോകണം. ഇവിടുത്തെ വെയിറ്റ് ബ്രിഡ്ജ് വളരെ ചെറുതാണ്. 30,000 കിലോ ആണ് ഇതിൽ മാക്സിമം എടുക്കുള്ളൂ. അതായത് നമ്മൾ വെയിറ്റ് ബ്രിഡ്ജിൽ നിന്ന് തൂക്കം എടുത്ത് ഇറങ്ങി അവിടെ നിന്ന് ബില്ലും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഡ് കൊണ്ടുകൊടുത്ത് പുറപ്പെട്ടിട്ടുണ്ട്. രാത്രി 11 മണി ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ലോഡ് കയറ്റി കഴിഞ്ഞത്. തൂക്കമെല്ലാം എടുത്ത് നമ്മൾ നേരെ അമരാവതി, അവിടുന്ന് കരിഞ്ച, വസീം, അതായത് ഹൈദരാബാദ് കൂടി നമ്മൾ മൈസൂര്, അങ്ങനെ വയനാട്, മാനന്തവാടി വഴി കോഴിക്കോടുക്കാണ് നമുക്ക് ലോഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ എക്സ്പ്രസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളൊരു മൈലേജ് പിടിച്ചുള്ളൊരു പോക്ക് നൈസായിട്ട് ഓടി എത്തിക്കുക, അത്ര തന്നെ ഉള്ളൂ. രാത്രി ഫുൾ അളിയാൻ വണ്ടി എടുത്തു. 2 മണിക്കൂർ കൊണ്ട് നിർത്തിയിട്ട് ഉറങ്ങിയ ശേഷമാണ് വണ്ടി എടുത്തത്. നമ്മൾ മൈലേജ് പിടിച്ച് പോകുന്നതുകൊണ്ട് തന്നെ വലിയ സ്പീഡിലൊന്നും അല്ല പോകുന്നത്. അപ്പോൾ തന്നെ ഇന്ന് ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ട്. പേപ്പറും തൂക്കും എല്ലാം കറക്റ്റാണെങ്കിലും മാമൂല് വാങ്ങാൻ വേണ്ടി മാമ്മമാർ നമ്മുടെ നാന്തിയുടെ ടോൾ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. സാധാരണ എല്ലാം കൊടുത്തിട്ട് പോകാറ്. നമ്മൾ കൊടുക്കാറില്ല. കഴിഞ്ഞ വട്ടം കൊടുത്തില്ല, ഇപ്രാവശ്യം കൊടുക്കുന്നില്ല. നമ്മൾ നിർത്താമെന്ന് പറഞ്ഞിട്ട് കാണിച്ച് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അവന്മാർ ഫോട്ടോ എടുക്കുന്ന പോലെ കാണിച്ചു. കഴിഞ്ഞ പ്രാവശ്യം എടുക്കുന്ന പോലെ കാണിച്ചു. നിർത്തിയില്ല, നിർത്തത്തുമില്ല. ഇനി ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതും ഒരു ചെക്ക് പോസ്റ്റാണ്. അവിടെ നിർത്തി ഒരു 50 രൂപ കൊടുക്കണമെന്നാണ് മാമൂല് കേട്ടോ. നമ്മൾ നിർത്താറില്ല, എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ. അവന്മാരിപ്പോൾ കൈയും കാലൊക്കെ കാണിക്കും. പക്ഷെ അവന്മാർ കൈയും കാലം കാണിച്ചില്ല, നമ്മൾ നിർത്തിയില്ല കേട്ടോ. കാണിക്കാറുണ്ട്. ഇപ്പൊ 2 വണ്ടി മുമ്പിൽ പോയ 2 വണ്ടി കൊടുത്തിട്ടാ അപ്പൊ പോയേ. നമ്മളെന്തായാലും കൊടുക്കില്ല, തീരുമാനിച്ചിറങ്ങിയോണ്ട് കൊടുക്കില്ല. മഹാരാഷ്ട്ര ബോർഡർ കയറിയ വഴിക്കുള്ള എക്സൈസ് ചെക്ക് പോസ്റ്റ് ആണ്. അവർ മുമ്പിൽ കയറി നിൽക്കുന്നു, നമ്മൾ തട്ടിയിടാൻ പോകുന്ന പോലെ പോകുന്നു. അവന്മാര് ചാടി മാറി ഓടണം കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി തട്ടാൻ പോണേണ്ട ഓടിക്കോളും അവന്മാര്. ഇത് ഈ തമിഴന്മാര് മൊത്തം കൊടുത്ത് ശീലിപ്പിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് സമാധാന ലിസ്റ്റാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 1 മാസമായി. ഒരു 1860 സബ്സ്ക്രൈബേഴ്സും 1000 മണിക്കൂർ വ്യൂസും ആയിട്ട്
നിങ്ങളുടെ സഹകരണത്തിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും വീഡിയോസ് മുടങ്ങാതെ കാണുന്നതിനും എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും കൂടെ നിൽക്കുക. വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് നന്ദി. ഒരു സമൂസ കഴിക്കാൻ വിചാരിച്ചു. സമൂസയും ചായയും കുടിച്ചു. പിന്നെ പാനിപൂരി ഇങ്ങനത്തെ എല്ലാം കഴിക്കാൻ പറ്റിയൊരു നല്ല സ്ഥലത്ത് നമ്മളുള്ളത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാവും അടുത്ത യാത്ര. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിർത്തിയില്ല. ഒരേ പോക്ക് തന്നെയാണ്. നമ്മൾ വീണ്ടും വണ്ടി എടുത്തിട്ടുണ്ട്. എത്രമേൽ സരസമായ ലക്ഷ്യങ്ങൾ അത്രമേൽ കഠിനമേ മാർഗ്ഗങ്ങൾ എന്നാണല്ലോ ചൊല്ല്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് ഒരേ പോക്ക്. നാളെ രാത്രിക്ക് നമ്മൾ കോഴിക്കോട് പിടിക്കും. രാത്രി ഒരു 9 മണി മുതൽ കോഴിക്കോട് മാർക്കറ്റിൽ കയറാമെന്ന് വിചാരിക്കണേ. അപ്പോൾ എന്തായാലും കൂടെ നിൽക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും ഒരുപാട് നന്ദി. ബായ്.